ഇന്നത്തെ നമ്മുടെ എക്സൽ ടിപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെയിം റേഞ്ചസിനെ കുറിച്ചാണ്. നെയിം റേഞ്ചസ്, MS എക്സലിലെ നെയിം റേഞ്ചസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ഡേറ്റ റേഞ്ചിന് ഒരു നെയിം അസൈൻ ചെയ്തതിന് ശേഷം അതെങ്ങനെ നമുക്കൊരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നെയിം റേഞ്ചസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയേഴ്സിൻ്റെ പേരും ഞാൻ ഓരോ മാച്ചിലെ റൺസുമാണ് ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ ടോട്ടൽ റൺസ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തിട്ട് ഞാനിവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒബ്വിയസ്ലി നമുക്കിവിടെ ഓരോ പ്ലെയേഴ്സിൻ്റെയും ടോട്ടൽ റൺസ് ആഡ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്, സം ഫംഗ്ഷൻ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈക്വൽസ് ടൈപ്പ് ചെയ്തതിന് ശേഷം സം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിൽ സീരീസ് ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഡേറ്റ റേഞ്ച് എത്ര ആണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിനുള്ളിൽ സം ഫംഗ്ഷനിൽ നമ്മൾ ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ സം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സം ഫംഗ്ഷൻ്റെ ഷോർട്ട് കട്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് സം ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാതെ എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ എൻ്റർ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഓൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈക്വൽ സൈൻ പ്രസ് ചെയ്യുക. ഓൾട്ട് പ്ലസ് ചെയ്തതിന് ശേഷം ഈക്വൽ സൈൻ പ്രസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ റേഞ്ച് സെലക്ട് ആയിരിക്കുന്നതായിരിക്കും സം ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ സം ഫംഗ്ഷൻ്റെ ഷോർട്ട് കട്ടായ ഓൾട്ട് പ്ലസ് ഈക്വൽ സൈനാണ്. ഇനി നമുക്ക് ഇതേ ഫംഗ്ഷൻ തന്നെ നെയിം റേഞ്ചസ് യൂസ് ചെയ്ത് എങ്ങനെ ഈ സം ഫംഗ്ഷൻ്റെ ഫോർമുലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്താണ് നെയിം റേഞ്ചസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നെയിം റേഞ്ചസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റ സീരീസിന് നമ്മളൊരു നെയിം അസൈൻ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ഡേറ്റ സീരീസ് എന്ന് പറയുന്നത് ഇപ്പോൾ സച്ചിൻ്റെ ടോട്ടൽ റൺസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സീരീസ് എന്ന് പറയുന്നത് ഇത്രയും 4 മാച്ചസിലെ റൺസാണ്. അപ്പോൾ നമ്മൾ ആ 4 സെൽസും സെലക്ട് ചെയ്യുക. 4 സെൽസും സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമുല ടാബിൽ പോവുക. ഫോർമുല ടാബിൽ ഡിഫൈൻഡ് നെയിം എന്നുള്ള റിബണിൽ ഡിഫൈൻ നെയിം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫൈൻ നെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ നെയിം എന്നുള്ളൊരു ഇൻപുട്ട് ബോക്സ് വരുന്നതായിരിക്കും. അതിനകത്ത് നെയിം ബൈ ഡിഫോൾട്ടായിട്ട് സച്ചിൻ എന്ന് തന്നെ ആയിരിക്കും വരുന്നത്. കാര്യം എന്താ വെച്ചാൽ സച്ചിൻ എന്നുള്ള ആ റോയിലാണ് നമ്മൾ ഡേറ്റ റേഞ്ച് സെലക്ട് ചെയ്തേക്കുന്നത്. അതിന് തൊട്ട് ഇപ്പുറത്തുള്ള മുതലുള്ള ഡേറ്റയെല്ലാം അതിന് എഗെയിൻസ്റ്റ് ആണെന്ന് എക്സൽ മനസ്സിലാക്കിയിട്ടാണ് അവിടെ സച്ചിൻ എന്ന് തന്നെ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ സച്ചിൻ എന്നാണ് നമ്മൾ ഡിഫൈൻ നെയിം കൊടുത്തിരിക്കുന്ന നമ്മുടെ ഡേറ്റ റേഞ്ചിന്. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിഫേഴ്സ് ടു എന്നുള്ളതിൽ നമ്മുടെ ഷീറ്റ് 1 D7 തൊട്ട് G7 വരെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഡേറ്റ. അതായിരിക്കും ഇവിടെ കാണിക്കുന്ന ഡിഫോൾട്ടായിട്ട്. അത് നമുക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുക്കുമ്പോൾ ഇനി നമ്മൾ ഈ പർട്ടിക്കുലർ ഡേറ്റ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോർമുല ബാറിൽ ഇവിടെ നമുക്ക് കാണാം സച്ചിൻ നെയിം ബോക്സിൽ സച്ചിൻ എന്ന് നമ്മൾ കൊടുത്ത നെയിം ഇവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെ ഫോർമുലയിൽ നമ്മൾ ഈ അസൈൻ ചെയ്ത നെയിം അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഈക്വൽസ് സം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ ആ ഫംഗ്ഷൻ നമ്മൾ അസൈൻ ചെയ്ത നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് F3 ടൈപ്പ് ചെയ്യുക. നമ്മുടെ കീബോർഡിലെ F3 ടൈപ്പ് ചെയ്യുമ്പോൾ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻപുട്ട് ബോക്സ് വരുന്നതായിരിക്കും. അവിടെ പേസ്റ്റ് ചെയ്യാൻ നമ്മൾ അസൈൻ ചെയ്ത നെയിം സച്ചിൻ എന്നുള്ള നെയിം അവിടെ വരും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ സം ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഡേറ്റ റേഞ്ച് നമ്മൾ അസൈൻ ചെയ്ത നെയിമിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് MS എക്സലിൽ ഒരു നെയിം റേഞ്ചിൽ ഒരു ഡേറ്റ റേഞ്ചിൽ നെയിം അസൈൻ ചെയ്തതിന് ശേഷം അതൊരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നത്. താങ്ക് യു.